സ്വാമി സൂര്യ ചാനൽ അതിൽ നിന്നും ഇന്നു മുതൽ ലളിതാ സഹസ്രനാമം പരിപാവനമായ വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഓരോ നാമത്തിൻ്റെ അർത്ഥവും അതെങ്ങനെ ജപിക്കണം എന്നുള്ളതുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് 3 നാമങ്ങൾ പറയാം. ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി. ശ്രീമാതാ ദേവി പ്രപഞ്ചമാതാവാണ്, അഖില ചരാചരങ്ങളുടെയും മാതാവ്. അതുകൊണ്ട് ഓം ശ്രീ മാത്രേ നമഃ, ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു. അടുത്തത് ഓം ശ്രീ മഹാരാജ്ഞേ നമഃ. മഹാരാജ്ഞിയാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന പരിപാലിക്കുന്ന മഹാരാജ്ഞിയാണ് ലളിതാ സഹസ്രനാമം, ലളിതാ ത്രിപുരസുന്ദരി ദേവി. അപ്പോൾ ഓം ശ്രീ മഹാരാജ്ഞേ നമഃ, മഹാരാജ്ഞിയായ അമ്മയ്ക്ക് നമസ്കാരം. അടുത്തത് ശ്രീമത് സിംഹാസനേശ്വര്യൈ നമഃ. സിംഹമാണ് വാഹനം, അതിൽ ഇരുന്നരുളുന്ന, സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഈ 3ൻ്റെയും ഗൂഢാർത്ഥം സൃഷ്ടിസ്ഥിതി സംഹാരമാണ്. ലളിതാ ത്രിപുരസുന്ദരി മാതാവ്, അതായത് ആദിപരാശക്തി ദേവി സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നു. എങ്ങനെയെന്നാൽ ബ്രഹ്മ വിഷ്ണു അവരിലൂടെ. ദേവിയാണ് എല്ലാവരുടെയും അമ്മ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെയും അമ്മ ദേവി തന്നെ അഖില ചരാചരങ്ങളുടെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ തന്നെ അമ്മയാണ്. അപ്പോൾ ഈ 3 നാമവും എങ്ങനെ ജപിക്കണമെന്ന് ചോദിച്ചാൽ, നല്ല ബലം കിട്ടുവാൻ, നല്ല മനസ്സിന് സമാധാനം കിട്ടുവാൻ, നല്ല ആരോഗ്യം ലഭിക്കുവാൻ, നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സബലീകരിക്കപ്പെടുവാൻ ഇങ്ങനെ ജപിക്കണം. ഓം ശ്രീ മാത്രേ നമഃ, ഓം ശ്രീ മാത്രേ നമഃ, ഓം ശ്രീ മാത്രേ നമഃ. ശിവശക്തൈക്യരൂപിണി പരബ്രഹ്മസ്വരൂപിണി ശ്രീ ലളിതാംബികാദേവ്യൈ നമഃ. അടുത്തത് ഓം ശ്രീ മഹാരാജ്ഞേ നമഃ, ഓം ശ്രീ മഹാരാജ്ഞേ നമഃ, ഓം ശ്രീ മഹാരാജ്ഞേ നമഃ. ശിവശക്തൈക്യരൂപിണി പരബ്രഹ്മസ്വരൂപിണി ശ്രീ ലളിതാംബികാദേവ്യൈ നമഃ. അടുത്തത് ഓം ശ്രീമത് സിംഹാസനേശ്വര്യൈ നമഃ, ഓം ശ്രീമത് സിംഹാസനേശ്വര്യൈ നമഃ, ഓം ശ്രീമത് സിംഹാസനേശ്വര്യൈ നമഃ. ശിവശക്തൈക്യരൂപിണി പരബ്രഹ്മസ്വരൂപിണി ശ്രീ ലളിതാംബികാദേവ്യൈ നമഃ. ഞാൻ ഓരോ നാമവും 3 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. അത് 6 പ്രാവശ്യമോ 9 പ്രാവശ്യമോ 12 പ്രാവശ്യമോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമയം ഉള്ളിടത്തത്രയും നമുക്ക് പറയാം. എത്ര സംഖ്യ ജാസ്തി പറയുന്നുവോ അത്രയും നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ദേവിയുടെ അനുഗ്രഹം, പൂർണ്ണ ആരോഗ്യം, മനസ്സമാധാനം, കുടുംബത്തിൽ നല്ല കാര്യങ്ങളെല്ലാം നടക്കും. വിവാഹം കഴിയാത്തവർക്ക് വിവാഹം കഴിക്കും, സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കും, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും, ജോലിയിൽ പ്രമോഷൻ ലഭിക്കും, ദീർഘായുസ് ലഭിക്കും, സ്ത്രീകൾക്ക് നെടുമാംഗല്യം ലഭിക്കും. ഇതെല്ലാമാണ് ലളിതാ സഹസ്രനാമം ജപിച്ചാലുള്ള ഫലങ്ങൾ. ഇത് ജപിക്കുക നിത്യം. ഈ 3 നാമങ്ങൾ ജപിച്ചാൽ മതി. അതായത് 16 അക്ഷരങ്ങൾ വരുന്ന നാമങ്ങൾ. അതിൽ 3 ഉണ്ടാവും, ചിലപ്പോൾ 2 ഉണ്ടാവും, ചിലപ്പോൾ 1 നാമം ആയിരിക്കും. അതിങ്ങനെ നിത്യം ജപിച്ചു കൊണ്ടുപോയാൽ മതി. ഇത് ലളിതാ സഹസ്രനാമവുമായിട്ട് അത്ര പരിചയമില്ലാത്തവർക്ക്, അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇതിൽ നോക്കി ലളിതാ സഹസ്രനാമം പഠിക്കുക, ഹൃദ്യസ്ഥമാക്കുക, നിത്യ പാരായണം ചെയ്യുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ധ്യാനവും ചെയ്യാം. ധ്യാനം ചെയ്യണമെന്നുള്ളവർ ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിൽ നിത്യം 6 മുതൽ 6:20 വരെ ലളിതാ സഹസ്രനാമം ധ്യാനമുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ഞങ്ങളെ
മൊബൈലിലൂടെ കോണ്ടാക്റ്റ് ചെയ്യുക. മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ ഈ മന്ത്രങ്ങളെ നിങ്ങൾക്കറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരെ കൂടി ഈ ലളിതാ സഹസ്രനാമം ജപിപ്പിക്കുക. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ലഭിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതായത് ഞങ്ങളുടെ സ്വാമി സൂര്യ ചാനലിൻ്റെ ലക്ഷ്യം അതാണ്. എല്ലാവർക്കും ദേവീ നാമങ്ങൾ നമ്മുടെ ഭാരതരാജ്യം മുഴുവൻ പരക്കണം. മെല്ലെ 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 കുറേ ആളുകൾ ജപിക്കുന്നുണ്ട്. ജപിക്കാത്തവർക്കുള്ള വീഡിയോ ആണ് ഇത്. ഇതിനെ പ്രയോജനപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫോണിലൂടെ ഞങ്ങളെ ബന്ധപ്പെടുക. ഞാനും എൻ്റെ ഭാര്യ മീന അവരും നിങ്ങളുടെ സംശയങ്ങൾ മുഴുവൻ പരിഹരിച്ചു തരുന്നതാണ്. എല്ലാവർക്കും നന്ദി. ജയ് ശ്രീറാം.